ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ മലയാളികൾ ഓർത്തിരിക്കുന്ന ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്നലത്തേതല്ലേ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ സ്വന്തം ലാലേട്ടന് ലഭിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആഘോഷം തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി എന്ന സവിശേഷത കൂടി നമ്മുടെ സ്വന്തം ലാലേട്ടന് മാത്രമാണ്. ലാലേട്ടൻ കാറിൽ നിന്നും ഇറങ്ങി വരുമ്പോഴുള്ള രാജകീയ ആനയിക്കൽ മുതൽ അവസാനം വരെയും ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയായിരിക്കും ഓരോ മലയാളിയും അത് കണ്ടു തീർത്തിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അഞ്ജന നമ്പ്യാരായിരുന്നു ഹോസ്റ്റായി വന്നിട്ടുണ്ടായത്. അങ്ങനെ കേക്ക് കട്ടിങ്ങും ഏഷ്യാനെറ്റിൻ്റെയും ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെയും എൻ്റെ മോൾ ഷൈനിൻ്റെയും ഉന്നതിലിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഒത്തുള്ള ഒരു ആഘോഷ രാവ് തന്നെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാനായി സാധിച്ചത്. ശേഷം എൻ്റെ പിള്ളേരോടൊന്ന് ഞാൻ സംസാരിക്കട്ടെ എന്നുള്ള ലാലേട്ടൻ്റെ ആ ഒരു വാക്യം സത്യത്തിൽ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു തരത്തിൽ രോമാഞ്ചമാണ്, അഭിമാനമാണ്. ഇത്രത്തോളം വലിയൊരു മനുഷ്യനാണ് ലാലേട്ടൻ എന്ന കാര്യത്തിൽ. ലാലേട്ടൻ്റെ ചിത്രങ്ങളോടൊപ്പമുള്ള ഒരു ഡോക്യുമെൻ്ററിയോടൊപ്പം തന്നെ ഓരോ മത്സരാർത്ഥികൾക്കും ലാലേട്ടനെ കുറിച്ച് പങ്കുവെക്കാനുള്ള തങ്ങളുടെ ഓർമ്മകളോടുകൂടി ആ ഒരു സെഷൻ അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ലാലേട്ടൻ്റെ സെലിബ്രേഷൻ ഈവൻ്റ് അവിടെ അവസാനിക്കുകയാണ്. സത്യത്തിൽ ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മളൊക്കെ ഓമനത്തോടുകൂടി വിളിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ആ ഒരു വ്യക്തി സത്യത്തിൽ മലയാള സിനിമയുടെ ഇതിഹാസ നായകനാണ്, രാജാവാണ്, അഭിനയ കുലപതിയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരുപക്ഷെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നുള്ള ഇത്രയും വലിയൊരു വിശിഷ്ടമായ ഒരു പദവി ഒരുപാട് നാളുകൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തന്നെ ലാലേട്ടന് കിട്ടേണ്ടിയിരുന്നതാണ്. കുറച്ച് സമയം വൈകിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. എങ്കിലും ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ, അതിലൊരുപാട് സന്തോഷം. കാരണം ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു കഥാപാത്രം കൊടുക്കുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന് സത്യത്തിൽ ലാലേട്ടൻ ജീവൻ വെപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കഥാപാത്രമല്ല, അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ് എന്ന് പല സംവിധായകരും ലാലേട്ടനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ ഓരോ കഥാപാത്രങ്ങൾ കാണുന്ന സമയത്തും സത്യത്തിൽ ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനാണ്. ഇതുകൊണ്ട് തന്നെയാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ നമ്മൾ ലെജൻഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതേ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇതേ ഷോയിൽ നിൽക്കുന്ന സമയത്താണ് പ്രസ്തുത അവാർഡിൽ ലാലേട്ടനാണ് എന്ന ആ ഒരു വാർത്ത നമ്മളെല്ലാവരും അറിയുന്നത്. എന്തായാലും ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര കണ്ടാലും മതിയാവാത്തൊരു എപ്പിസോഡായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു വട്ടം കൂടി മലയാളത്തിൻ്റെ അഭിനയ കുലപതിക്ക് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഇതിഹാസ നായകന് ആശംസകൾ, അഭിനന്ദനങ്ങൾ, പ്രാർത്ഥനകൾ.